Welcome all. എൻ്റെ പേര് സേതു പാർവതി. പെരിയ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിലെ നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസറാണ്. വെൽക്കം അൻവർ സർ. ഇന്നത്തെ ഡേ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ അബൌട്ട് ദ വെബിനാർ. July 16th ഇറ്റ്സ് വേൾഡ് സ്നേക്ക് ഡേ. ആൻഡ് നമ്മുടെ ഇടയിൽ ഇത്രയും ചീത്തപ്പേരുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആനിമൽ വേറെ കാണത്തില്ല. So, and also one that is most feared. ഇതിനെ പറ്റി ഈ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും ഉള്ള ഗ്യാപ്പ് അത് നികത്താൻ വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പെരിയ ടൈഗർ റിസർവ്, പിന്നെ പെരിയ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ ചേർന്ന് ഈ വെബിനാർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് the theme for today is Respect, Don't Fear, Protecting Nature's Silent Guardians. ഈ തീം എംഫസൈസ് ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ള ജീവികളെയും പോലെ തന്നെ കോ എക്സിസ്റ്റൻസ് ചെയ്യേണ്ട ഒരു ജീവി തന്നെയാണ് സ്നേക്ക് എന്നും. ആൻഡ് ഈവൻ ദോ നമ്മളുടെ ഇവല്യൂഷണറി റെസ്പോൺസ് വെച്ചിട്ട് വി ഡു ഫിയർ ദം, ബട്ട് വി ക്യാൻ ബി കൺസിഡറേറ്റ്. സോ ലെറ്റ് മീ give the button to Reni madam. Madam, please welcome the event. താങ്ക് യു സേതു. സേതു പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ് പാമ്പിന്റെ കാര്യത്തില് പൊതുവെ ഇത്രയും പേടി തോന്നുന്ന, ഇത്രയധികം അബദ്ധ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്ന മറ്റ് ഒരു ജീവിവർഗം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പൊ പ്രത്യേകിച്ചും കേരളത്തില് പാമ്പുകളുടെ കാര്യത്തില് നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധ കൊണ്ടുവരുന്നത് നമ്മുടെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പാമ്പുകളുടെ പൊതുവായിട്ടുള്ള ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസും പിന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ ജനറലി അറിയാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന വലിയൊരു വിഷയമായിട്ട് മാറുകയും പൊതുവായിട്ട് എല്ലാ ജീവിവർഗങ്ങളെയും വലിയ ആനിമൽസിനെയൊക്കെ അതിന്റെ ആ ഒരു എന്താ പറയുക പ്രശ്നത്തിൽ ഉൾപ്പെടുന്നവയാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഹ്യൂമൻ ഡെത്ത് അത് പാമ്പുകളാണ്, അല്ലെങ്കിൽ പാമ്പുകടി ഏറ്റാട്ടുള്ളതാണെന്നുള്ളതും പുതിയതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ കൂടുതലായിട്ട് ഇപ്പോഴാണ് സമൂഹത്തിലേക്ക് ആ ഒരു വിവരം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു പേരൊക്കെ വോളിയം കുറവാണെന്ന് ഇങ്ങനെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുന്നുണ്ട്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ശരി ശരി, താങ്ക് യു. കേൾക്കുന്നുണ്ട്, നല്ലോണം കേൾക്കുന്നുണ്ട്. ഓക്കെ, ചിലരൊക്കെ വോളിയം കുറവെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞു വന്ന പോലെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന്റെയും വലിയൊരു കോൺട്രിബ്യൂട്ടർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ പാമ്പുകളെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും അവയുടെ റെസ്ക്യൂ ഒക്കെ കൂടുതൽ സ്ട്രീംലൈൻ ചെയ്ത് മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്നു ചേരുകയായിരുന്നു. അപ്പൊ കുറച്ചു കാലമായിട്ട് നമുക്ക് നല്ലൊരു ടീം, വനംവകുപ്പിന്റെ ബാക്കിങ്ങിൽ നല്ലൊരു ടീം ഓഫ് വോളണ്ടിയേഴ്സ് ഇടപെട്ടിട്ട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ ലഭിച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവബോധ പരിപാടികളൊക്കെയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത്തവണത്തെ ഈ ഒരു സ്നേക്ക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസും അതേപോലെ തന്നെ സർപ്പ എന്നുള്ളൊരു ടീമിന്റെ എഫേർട്സിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഇടമാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ വനംവകുപ്പിന്റെ ഈ ഒരു വെബിനാറിൽ ഇന്നത്തെ സ്നേക്ക് ഡേ ടോപ്പിക് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് വനംവകുപ്പിലെ തന്നെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് അൻവർ വൈ ആണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാന കോർഡിനേറ്ററും കൂടിയാണ്, സർപ്പ മിഷൻ സർപ്പയുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമാണ്. വളരെയധികം പരിചയസമ്പത്ത് ഈ ഒരു വിഷയത്തില് പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റെസ്ക്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർപ്പ ടീമിന്റെ അമരത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ നിറയെ അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വെബിനാർ സെഷനിലേക്ക് നമ്മുടെ റിസോഴ്സ് പേഴ്സണെയും അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥര്, സർപ്പ ടീമിന്റെ മെമ്പേഴ്സ്, പിന്നെ മറ്റ് NGO റെപ്രസെന്റേറ്റീവ്, സയന്റിസ്റ്റ്, സ്റ്റുഡൻസ് എല്ലാവരെയും ഒറ്റ വാക്കിൽ വെൽക്കം ചെയ്യുന്നു. പാമ്പുകളെ കുറിച്ച് കൂടുതൽ അറിയാം, നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം ഇത്തരത്തിലെ അവയർനെസ്സിലൂടെ. താങ്ക് യു ആൻഡ് ഓവർ ടു യു ശ്രീ അൻവർ. താങ്ക് യു. കേൾക്കാമോ? ഓഡിബിൾ ആണോ? കേൾക്കാം കേൾക്കാം. ഞാനൊന്ന് പ്രസന്റ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കാണാം. അപ്പൊ ആദ്യമേ തന്നെ എല്ലാവർക്കും ലോക സർപ്പദിന ആശംസകൾ. ആദ്യം സംസാരിച്ച രണ്ടുപേരും വന്യജീവികളുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക്
അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നുന്ന ജീവികളാണ് പാമ്പുകൾ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ആക്ച്വലി അങ്ങനെ തന്നെയാണ്. മനുഷ്യർക്ക് പാമ്പുകളെ പേടിയാണ്. അത് അതിന്റെ രൂപം കൊണ്ടാണോ അല്ലെങ്കിൽ അതുമൂലം നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണോ, അത്തരത്തിലുള്ള ചർച്ചകൾ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. എന്തിന് തന്നെ ആയാലും രൂപത്തിലും അതിന്റെ ജീവിത രീതിയിലും ആഹാര രീതിയിലും അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ജീവിവർഗമാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. മനുഷ്യർ നമ്മൾ ഭൂമിയിൽ പരിണമിച്ചുണ്ടാകുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ, ക്രെറ്റേഷ്യസ് ഏജിലൊക്കെ തന്നെ ഏകദേശം 145 ദശലക്ഷം വർഷം മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ തന്നെ അവയുടെ പരിണാമം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അതിജീവിച്ച് ഭൂമിയിൽ ഒരുപാട് വർഷങ്ങളായി നിലനിന്ന് പോരുന്ന ജീവിവർഗങ്ങളാണ് പാമ്പുകൾ. അവയുടെ സർവൈവൽ സ്കിൽസ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മനുഷ്യരെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജീവിവർഗം കൂടിയാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരുടെ പൂർവികർ ഭൂമിയിലേക്ക് പരിണമിച്ചുണ്ടായിട്ട് ഏകദേശം 3 മുതൽ 4 ലക്ഷം വർഷം വരെ ആയിട്ടുള്ളൂവെങ്കിൽ അതിനേക്കാളൊക്കെ ഒരുപാട് 1450ഓളം ലക്ഷം വർഷം മുമ്പ് തന്നെ ഭൂമിയിലേക്ക് കടന്നു വന്ന ജീവിവർഗങ്ങൾ എന്ന നിലയ്ക്ക് പാമ്പുകൾ നമ്മളെക്കാൾ ഒരുപാട് സീനിയോറിറ്റി അർഹതപ്പെടുന്ന ജീവികളാണ്. നമുക്ക് ചുറ്റും പാമ്പുകളുണ്ട്. ആദ്യം വെബിനാർ തുടങ്ങിയ ആള് തന്നെ ഒരു ഹെൽത്തി കോ എക്സിസ്റ്റൻസ് എന്നുള്ള ഒരു പോയിന്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് ഒരു ചുറ്റുപാടിൽ ജീവിച്ചാലും, വനത്തിനുള്ളിൽ ജീവിക്കുന്ന ആളായാലും, വനം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വനങ്ങളുണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡെസിഡോസ് ഫോറസ്റ്റ് ഉണ്ട്, നിത്യഹരിത വനങ്ങൾ, ഇലവൊഴിക്കുന്ന വനങ്ങൾ, വരണ്ട വനങ്ങൾ, പുൽമേടുകൾ, അതുപോലെ ഗ്രാമപ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, വലിയ ടൗണുകൾ, പട്ടണങ്ങൾ, മെട്രോപൊളിറ്റൻ സിറ്റീസ്, ഇത്തരത്തിലുള്ള ഏത് ചുറ്റുപാടിൽ ജീവിച്ചാലും നമുക്ക് ചുറ്റും പാമ്പുകൾ ഉണ്ടാവും. പാമ്പുകളെ എല്ലാം പിടികൂടി മാറ്റുക, അതുമൂലം പാമ്പുകളുടെ സാന്നിധ്യം ഒഴിവാക്കുകയും പാമ്പ് മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുകയും അങ്ങനെയുള്ള അതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പാമ്പുകളുടെ ഒരു സംരക്ഷണ പ്രാധാന്യം, അതിനു മുന്നേ ആദ്യം നമ്മൾ തുടങ്ങിയ ഒരു വാക്ക്, പാമ്പുകളെ മനുഷ്യർക്ക് ഭയമാണ് എന്നുള്ളൊരു സംഗതി, അതിലേക്ക് വരാം. ഇന്ന് രാവിലെ ഒരാള് സംസാരിച്ചപ്പോ പാമ്പുകളെ പൊതുവിൽ എല്ലാവർക്കും ഭയമാണ്, കുട്ടികൾക്കും ഭയമാണ്, മുതിർന്നവർക്കും ഭയമാണ്, പാമ്പ് എന്ന വാക്കിനോട് തന്നെ ഭയമാണ്. ഈ ഭയം എന്നുള്ള ഒരു വികാരം മാറിയിട്ട് പാമ്പുകളോട് മറ്റെന്തെങ്കിലും വികാരം തോന്നാനുള്ള എന്തെങ്കിലും പോയിന്റ്സ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ അന്നേരം തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് പാമ്പുകൾ, നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാലിൽ നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരു കൈയില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തോട് തോന്നുന്ന ഒരു വികാരം എന്ന് പറയുന്നത് സ്നേഹത്തെക്കാളേറെ നമുക്കൊരു പ്രത്യേക പരിഗണനയും, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു സഹതാപത്തിന്റെ ഒരു കമ്പണന്റും, അല്ലെങ്കിൽ ദയയുടെ, കരുണയുടെ, പരിഗണനയുടെ ഒക്കെ ഓരോ കമ്പണൻസ് ആ കൂട്ടത്തിൽ കടന്നു വരും. 2 കൈയും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് അല്പം കൂടി കൂടും. ഇനിയിപ്പോ 2 കൈയും 2 കാലും ഇല്ലാത്ത ഒരാളെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ അട്രാക്റ്റീവായിട്ട് ഇടപെടുകയും പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. വളരെ ആക്റ്റീവായിട്ട്, വളരെ ഊർജ്ജസ്വലനാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വളരെ ആക്റ്റീവായിട്ട് സമൂഹത്തിൽ ഇടപെടുകയും ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും മനസ്സിലേക്ക് വരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അത്ഭുതവും ആദരവും, അദ്ദേഹത്തോടുള്ള ഒരു പ്രത്യേക പരിഗണനയും, ഒരു സഹായ മനസ്കതയും, അങ്ങനെയുള്ള കുറെ സമ്മിശ്ര വികാരങ്ങളായിരിക്കും തോന്നുക. പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാമ്പുകളും കൈകാലുകളില്ലാത്ത ജീവികളാണ്. അപ്പോ പക്ഷെ പാമ്പുകളോട് നമുക്കെന്തോ ഭയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കൈയും 2 കാലും ഇല്ലാത്തൊരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഈ പറഞ്ഞ കരുണയും സഹതാപവും പരിഗണനയും സഹായ മനസ്കതയും, ഇങ്ങനെയുള്ള ഒരു സമ്മിശ്ര വികാരത്തിന് പകരം നമുക്ക് സാധാരണ തോന്നാറുള്ളത് ഒരു ഭയമാണ്. അപ്പൊ പാമ്പുകൾ കൈകാലുകളില്ലാതെ തന്നെ ഭൂമിയിൽ ജനിക്കുകയും ആജീവനാന്തം ഇഴഞ്ഞ് സഞ്ചരിക്കുകയും ചെയ്യുന്ന ജീവികളാണ്. പലപ്പോഴും ഞാനിങ്ങനെ പാമ്പുകളെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, മനുഷ്യനും ഭൂമിയിലെ സഞ്ചാരം തുടങ്ങുന്നത്, കുഞ്ഞായിട്ട് ജനിച്ചിട്ട് ഭൂമിയിലെ സഞ്ചാരം തുടങ്ങുന്നത് ഇഴഞ്ഞും കൊണ്ടാണ്. ജീവിതത്തിന്റെ ആദ്യത്തെ ഒരു 5-6 മാസത്തോളം മനുഷ്യക്കുഞ്ഞ് ഒരു തരത്തിലും സഞ്ചരിക്കാറില്ല. പിന്നെ പതിയെ കമിഴ്ന്ന് വീണിട്ട് ഇഴഞ്ഞ്
ചെറിയ തോതിലുള്ള സഞ്ചാരം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പതിയെ ആ സഞ്ചാര രീതി മെച്ചപ്പെട്ട് മുട്ടിലിഴയുക, ആദ്യം നിലത്തിഴയുന്നു, പിന്നെ മുട്ടിലിഴയുന്നു, മുട്ടും കയ്യും കാലും മാത്രം നിലത്ത് കുത്തി എഴയുന്നു, പിന്നെ പതിയെ എഴുന്നേറ്റ് 4 കാലിൽ എഴുന്നേറ്റ് 2 കാലിൽ പിടിച്ച് നടന്ന് പതുക്കെ 2 കാലിൽ പിടിവിട്ട് നടന്ന്, അങ്ങനെയാണ് ആ സഞ്ചാര രീതി മെച്ചപ്പെടുക. പിന്നെ പലതരത്തിൽ ഓടിയും ചാടിയും പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്ന ആ ഒരു പ്രാപ്തിയിലേക്ക്, വളർച്ചയിലേക്ക് ആളെത്തുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും പ്രായം വർദ്ധിക്കുന്നു, കുറെ നാള് ഭൂമിയിലേക്ക് ജീവിച്ച് ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തി, വീണ്ടും വാർദ്ധക്യം അതിന്റെ മൂർധന്യതയിലേക്ക് എത്തി, 90, 95, 100 വയസ്സൊക്കെ ആയി, ബുദ്ധിമുട്ടുകളായി, രോഗമായി, അവശതയായി. അങ്ങനെയുള്ള ഒരാളിന് പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു വടിയുടെ സഹായത്തോടു കൂടി, ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പലരും വടിയൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ 2 കാലിൽ നിന്ന് പതിയെ 3 കാലിലേക്ക് വരുന്നു. പിന്നെ അങ്ങനെ ആ പിടിച്ചു നടക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഫ്രെയിമൊക്കെ ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങുന്നു. പിന്നെ പതിയെ കിടത്തയിലേക്ക് വരുന്നു, വീൽ ചെയറിലേക്ക് വരുന്നു, നടക്കാൻ തീരെ സാധിക്കാതെ വരുന്നു. ആ ഒരു അവശത ഉള്ള ഒരു സ്റ്റേജിലും ചിലപ്പോൾ മനുഷ്യൻ പതിയെ കുറച്ചു ദൂരത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മരുന്നെടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ പതിയെ ഇഴയാറുണ്ട്. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. പക്ഷെ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അത് ആജീവനാന്തം ഇഴഞ്ഞ് സഞ്ചരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സഞ്ചാര രീതി മാത്രം വിധിക്കപ്പെട്ട ജീവിവർഗങ്ങളാണ്. പലപ്പോഴും നമ്മൾ പരിസരത്തേക്കൊക്കെ ചുറ്റും കണ്ണോടിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജീവിവർഗങ്ങളെ കാണാറുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കണ്ടാൽ തന്നെ അച്ഛനും അമ്മയും കൂടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുന്നു, വൈകുന്നേരം വിളിച്ചുകൊണ്ടുവരുന്നു, കുട്ടികളെ ഈ പാർക്കുകളിൽ കൊണ്ടുപോകുന്നു, പലതരത്തിലുള്ള കുട്ടികളുമായി സ്നേഹം പങ്കുവയ്ക്കുന്നു. മനുഷ്യന്റെ അവസ്ഥ കുട്ടികളോട് വളരെ കെയറും കരുണയും സ്നേഹവും അതോടുകൂടി ആ രീതിയിലാണ് മാതാപിതാക്കൾ ഇടപെടുന്നത്. അത് മറ്റ് ജീവികളിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു പാരന്റൽ കെയർ കാണാൻ സാധിക്കും. അതായത് പക്ഷികളായാൽ പോലും, ഇപ്പൊ പക്ഷികൾ പലതരത്തിലുള്ള ആഹാരം കഴിക്കുന്ന പക്ഷികളുണ്ട്, ഫ്രൂജിവോറസ് ആയിട്ടുള്ള പക്ഷികൾ. മുതിർന്നു കഴിഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുന്ന പക്ഷികൾ, ഇനി ധാന്യങ്ങൾ മാത്രം കഴിക്കുന്ന പക്ഷികളുണ്ട്, ഇനി മറ്റ് ചെറിയ പ്രാണികളെ മാത്രം കഴിക്കുന്ന പക്ഷികളുണ്ട്. അതുപോലെ പലതരത്തിലുള്ള മറ്റ് പക്ഷികളെ പിടികൂടി കഴിക്കുന്ന പക്ഷികളുണ്ട്, എലി പോലുള്ള ചെറു ജീവികളെ പിടികൂടി കഴിക്കുന്ന പക്ഷികളുണ്ട്, തേൻ മാത്രം കുടിക്കുന്ന പക്ഷികളുണ്ട്. അപ്പം മുതിർന്നു കഴിഞ്ഞാൽ ഏത് ആഹാര രീതി ശീലമാക്കിയ അല്ലെങ്കിൽ പിന്തുടരുന്ന പക്ഷികളായാൽ പോലും കുഞ്ഞായിരിക്കുന്ന സ്റ്റേജിൽ പലതരത്തിലുള്ള സമീകൃത ആഹാരമാണ് ഈ അമ്മ പക്ഷികൾ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മുതിർന്നു കഴിഞ്ഞാൽ തേൻ മാത്രം കുടിക്കുന്ന പക്ഷികൾക്ക് പോലും കുഞ്ഞുങ്ങൾക്ക് അമ്മ പക്ഷി കൊണ്ടു കൊടുക്കുന്നത് ആവശ്യത്തിന് അതിന് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം ലഭ്യമാകുന്ന തരത്തിലുള്ള സമ്മിശ്രമായ അല്ലെങ്കിൽ സമീകൃതമായ ആഹാരമായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല പലപ്പോഴും പക്ഷികൾ അതിന്റെ വായയ്ക്കുള്ളിലാക്കിയിട്ട് അതിന്റെ വായയ്ക്കുള്ളിൽ അതിന്റെ തൊണ്ടയുടെ ഭാഗത്തുള്ള ബാക്ടീരിയ പോലുള്ള സംഗതികളൊക്കെ, അതായത് ഈ കുഞ്ഞു പക്ഷിയുടെ ഇമ്മ്യൂണിറ്റി ഒരു പൂർണ്ണതയിലേക്ക് വളർന്നെത്തുന്നതിന് വേണ്ടിയുള്ള, അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള അതിന്റെ സാന്നിധ്യം കൂടിയുള്ള ആഹാരമാണ്. അതോടുകൂടിയാണ് ഈ കുഞ്ഞു പക്ഷിക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ആ ഹൈ ലെവൽ പാരന്റൽ കെയർ ആണ്. പലപ്പോഴും നമ്മൾ റെസ്ക്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൈത്തീറ്റ കൊടുത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആഹാരമൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള വീക്ക്നെസ്സോ അല്ലെങ്കിൽ മാൽ ഫോർമേഷൻസോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് കുറച്ചു നാള് വളർന്നു കഴിഞ്ഞിട്ട് അത് മരിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ഒരു പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വളർന്നു വരാറില്ല. അത് ഈ തരത്തിലുള്ള അതിന്റെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു തരത്തിലുള്ള പാരന്റൽ കെയർ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മറ്റ് ജീവികളായാലും നമ്മൾ കാണാറുണ്ട്. പശുവിന് പശുക്കിടാവിനോട് ഭയങ്കര സ്നേഹം, ആട്ടിൻകുട്ടികളോട്, പൂച്ചയ്ക്ക് പൂച്ചക്കുഞ്ഞുങ്ങളോട്, നായയ്ക്ക് നായക്കുട്ടികളോട് ഒക്കെ ഭയങ്കര സ്നേഹമാണ്. മത്സ്യങ്ങളും അതുപോലുള്ള നമുക്ക് ചുറ്റും പരിസരത്തേക്ക് കാണുന്ന പലതരം ജീവിവർഗങ്ങൾക്ക് അവയുടെ കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പാമ്പൻ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നത് നമ്മൾ കാണാറില്ല. കാരണം അങ്ങനെയാണ്. പാമ്പുകൾ അടയിരിക്കുന്ന ജീവികളല്ല, ശീതരക്ത ജീവികളാണ്. മുട്ടയിടുന്ന പാമ്പുകൾ അടയിരിക്കാറില്ല. പ്രസവിക്കുന്ന പാമ്പുകളായാൽ പോലും അത് കുഞ്ഞുങ്ങളെ കൊണ്ടു നടന്ന് ജീവിതം പഠിപ്പിച്ച്, ഇര തേടാൻ പഠിപ്പിച്ച്
വളർത്തി കൊണ്ടുവരാറില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ആ തരത്തിലൊരു അച്ഛന്റെയോ അമ്മയുടെയോ സ്നേഹവും പരിഗണനയും ലാളനയും വാത്സല്യവും ഇതൊക്കെ ജീവിതത്തിൽ ആവോളം ആസ്വദിച്ച് ആനന്ദിച്ച് അനുഭവിച്ച് ആ ഒരു കരുതലിലും തണലിലും കെയറിലും ഒക്കെ വളർന്നു വരുന്ന ജീവിവർഗങ്ങളൊന്നും അല്ല പാമ്പുകൾ എന്ന് പറയുന്നത്. അമ്മ പാമ്പ് മുട്ടയിട്ടിട്ട് പോകുന്നു, മുട്ട വിരിയുന്നു, ആ വിരിഞ്ഞിറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ ഉടനെ തന്നെ അതിൻ്റെതായ ജീവിതം തുടങ്ങുകയാണ്. അതായത് സർവൈവൽ സ്കിൽസ് അതിന് പ്രകൃതിയാൽ അത്തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് വളരെ കൂടുതലാണ്. ജനിച്ച അന്നേരം മുതൽ സ്വന്തം നിലയിൽ ഇര തേടി ഭക്ഷണം തേടി കണ്ടെത്തി കഴിച്ച് ജീവിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻസ് ഉണ്ട്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സർവൈവൽ സ്കിൽസ് വളരെ കൂടിയ ഒരു ഒരു കാറ്റഗറി കൂടിയാണ്, ഒരു വിഭാഗം കൂടിയാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. ഒരുപാട് പരിമിതികളോടുകൂടി കൈകാലുകളില്ലാതെ ഇഴഞ്ഞ് സഞ്ചരിച്ച് വെള്ളത്തിലൂടെ ആയാലും മരത്തിലൂടെ ആയാലും ഈ സഞ്ചാര രീതി എന്ന് പറയുന്നതിന് അതിനൊരു തടസ്സമാവില്ല. കൈകാലുകളില്ലാത്ത ഒരു മനുഷ്യന് മരത്തിൽ കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ നീന്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കൈകാലുകളില്ലാത്ത പാമ്പുകൾ വളരെ നല്ല രീതിയിൽ വെള്ളത്തിന്റെ മുകളിലൂടെയും വെള്ളത്തിന്റെ അടിയിലൂടെയും സ്വിം ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നീന്തി സഞ്ചരിക്കുന്ന പാമ്പുകൾ നല്ല രീതിയിൽ സഞ്ചരിച്ചു പോകുന്നുണ്ട്. മരങ്ങളിൽ കയറാൻ കഴിയുന്ന ആർബോറിയൽ കപ്പാസിറ്റി ഉള്ള നേച്ചറുള്ള പാമ്പുകൾ നല്ല രീതിയിൽ മരങ്ങളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അത് ആർജിച്ചെടുത്ത തരത്തിലുള്ള അതിജീവനക്ഷമതയാണ്, അല്ലെങ്കിൽ സർവൈവൽ സ്കിൽസ് ആണ്, അഡാപ്റ്റേഷൻസ് ആണ്. അപ്പൊ പിന്നെ ഈ പാമ്പുകളുടെ ആഹാര രീതി എന്ന് പറയുമ്പോൾ അത് ഈ ഭക്ഷണം മറ്റ് പഴവർഗ്ഗങ്ങളോ കിഴങ്ങുവർഗ്ഗങ്ങളോ ധാന്യങ്ങളോ ഒന്നും കഴിക്കുന്ന പാമ്പുകളൊന്നുമില്ല. എല്ലാ പാമ്പുകളും തന്നെ മാംസാഹാരികളാണ്, മറ്റ് ജീവികളെയാണ് കഴിക്കുക. അതും പിടികൂടി വരിഞ്ഞു മുറിക്കുകയോ വിഷം കുത്തി വെച്ചോ ഇമ്മൊബിലൈസ് ചെയ്തതിന് ശേഷം അതിനെ പൂർണ്ണമായിട്ട് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. മറ്റ് ജീവിവർഗങ്ങളെ പോലെ മനുഷ്യനാണെങ്കിൽ നല്ല രീതിയിൽ ആഹാരത്തിന്റെ സ്വാദൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. പക്ഷെ പാമ്പുകൾ വിശപ്പടക്കുക എന്നുള്ളൊരു ധർമ്മത്തെ മാത്രം ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ മാത്രം ഉദ്ദേശിച്ചാണ് ആഹാരം കഴിക്കുന്നത്. ആഹാരത്തിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് കഴിക്കുന്ന ജീവികളല്ല. മിണ്ടാനോ കരയാനോ ഒച്ച വയ്ക്കാനോ അത്തരത്തിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല. ഇപ്പോ മറ്റ് പല വർഗത്തിൽപ്പെട്ട ജീവികളും ശബ്ദത്തിലൂടെ പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട്, സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അതിന് നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പശുവായാലും ആടായാലും പൂച്ചയായാലും അതിന് വിശന്നാൽ കരയാൻ അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ വിശപ്പ് മറ്റുള്ളവരെ അറിയിക്കാൻ, കൺവേ ചെയ്യാൻ സാധിക്കും. അതുപോലെ അതിന് വേദനിച്ചു കഴിഞ്ഞാൽ അതിന് വേദനിക്കുന്നു എന്ന വിവരം അതിന്റെ ഒരു ഒച്ചയിലൂടെ മറ്റുള്ളവരെ അറിയിക്കാനോ അതിന്റെ ഒരു സന്ദേശം കൈമാറാനോ അതിന് സാധിക്കും. പക്ഷെ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ശബ്ദത്തിലൂടെ ശബ്ദം പുറപ്പെടുവിക്കാൻ അതിന് സാധിക്കില്ല. ചീറ്റുന്ന ശബ്ദം എന്ന് പറയുന്നത് അത് ശക്തിയായി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചിട്ട് ശത്രുവിനെയോ ഒക്കെ പേടിപ്പിക്കാൻ വേണ്ടി, ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു മാർഗമാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ശബ്ദമായിട്ട് അതിന് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ ശരിക്കും നമ്മൾ മിണ്ടാപ്രാണികൾ എന്ന് ഒരു കാറ്റഗറിയെ വിളിക്കാറുണ്ട്. ഒരു സംസാരിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു മിണ്ടാപ്രാണിയാണ് എന്ന് പലരും പറയാറുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരോട് നമുക്കൊരു കാരുണ്യഭാവം അല്ലെങ്കിൽ ഒരു സഹായതാ മനസ്കത അധികമായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ പാമ്പുകൾ ശരിക്കുള്ള മിണ്ടാപ്രാണികളാണ്. മറ്റ് പശുവിനെയോ ആടിനെയോ പോലെ ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ല. പാമ്പുകൾ ആൾക്കാർ ഒരു 10 പേര് കൂടി വളഞ്ഞിട്ട് അതിന്റെ തലയിലേക്ക് തല്ലിക്കൊല്ലാൻ വേണ്ടി വടിയെടുത്ത് തല്ലിയാൽ പോലും, അതിന് വളരെയധികം വേദനിച്ചാൽ പോലും, അസ്ഥി നുറുങ്ങിയാൽ പോലും അതിന് കരയാനോ ഒച്ച വയ്ക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. കൈയും കാലും ഇല്ലാത്തത് കാരണം ആരെങ്കിലും തല്ലിയാൽ കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ഒരു തരത്തിലും തടയാൻ സാധിക്കില്ല. അപ്പോൾ ഒരേ സമയം ഒരുപാട് പരിമിതികളോടുകൂടി ജീവിക്കുന്ന, അല്ലെങ്കിൽ അതേസമയം ഒരുപാട് സർവൈവൽ സ്കില്ലുള്ള, മികച്ച സർവൈവൽ സ്കിൽസ് ഉള്ള ഒരു ജീവിവർഗമാണ് പാമ്പുകൾ. അപ്പൊ ഒരുപാട് പാരിസ്ഥിതിക ധർമ്മം നമ്മളെ ഒരു കാരണവശാലും നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മെനക്കെടാതെ വളരെ നിശബ്ദരായി തന്നെ അവയുടെ പാരിസ്ഥിതിക ധർമ്മം നിർവഹിച്ചുകൊണ്ട് പോരുന്നുമുണ്ട്. പാരിസ്ഥിതിക ധർമ്മത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഇവയുടെ ഒരു കൺസർവേഷൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കൺസർവ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. നിയമം മൂലം ബാധ്യസ്ഥരാണ്. പാമ്പുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന 350ഓളം സ്പീഷീസിൽപ്പെട്ട പാമ്പുകളും വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1ലും ഷെഡ്യൂൾ 2ലും പെട്ട വന്യജീവികളാണ്.
വന്യജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 പേരുള്ള ജീവികളാണ്. ആ ലിസ്റ്റിൽപ്പെട്ട ജീവികളാണ് വന്യജീവികൾ എന്ന് പറയുന്നത്. കാട്ടാന ഷെഡ്യൂൾ 1 ജീവിയാണ്. കാട്ടാന കാട്ടിൽ താമസിച്ചാലും അത് കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങിയാലും കാട്ടാന തന്നെയാണ്, അല്ലെങ്കിൽ വന്യജീവി തന്നെയാണ്. കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ എന്നുള്ളതല്ല, കാട് വിട്ട് പുറത്തേക്ക് വന്നാൽ പോലും വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1 പേരുള്ള ജീവികളാണ് വന്യജീവികൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഷെഡ്യൂൾ 1 പേരുള്ള അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട 17 പാമ്പുകൾ ഇന്ത്യയില് ഉണ്ട്. അതുപോലെ ബാക്കിയുള്ള ഇന്ത്യയിൽ കാണപ്പെടുന്ന 380-ൽ 17 ഇനങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇനങ്ങളും ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്ന വന്യജീവികൾ തന്നെയാണ്. അപ്പൊ വന്യജീവികളെ ഒരു കുരങ്ങിനെ കൂടുവയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളോ ഒക്കെ കൂടുകൊണ്ട് വയ്ക്കുമായിരുന്നു. ഇപ്പോ കൂടുകൊണ്ട് വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മുൻകൂർ അനുമതി വേണം എന്ന് പറയും. കാരണം എന്താണ്? ഷെഡ്യൂൾ 1 വന്യജീവികളെ കൂടുവയ്ക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവുണ്ടെങ്കിൽ വെക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതേ സ്റ്റാറ്റസ്, കൺസർവേഷൻ സ്റ്റാറ്റസ് പാമ്പുകൾക്കും ഉണ്ട്. അതായത് ഷെഡ്യൂൾ 1 കടുവ, കാട്ടാന, പുള്ളിപ്പുലി തുടങ്ങിയ മറ്റ് അതീവ സംരക്ഷണ പ്രാധാന്യമുള്ള ജീവികൾക്കുള്ള അതേ കൺസർവേഷൻ ഇമ്പോർട്ടൻസും സ്റ്റാറ്റസും ഈ പറഞ്ഞ 17 ഇനത്തിൽപ്പെട്ട പാമ്പുകൾക്കും ഉണ്ട്. ആ 17 ഇനത്തിൽ പെടുന്നതാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന മലമ്പാമ്പ് അല്ലെങ്കിൽ പെരുമ്പാമ്പ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ റോഡ് പൈത്തൺ, കിങ് കോബ്ര, ഓഫിയോഫാഗസ് കാലിംഗ എന്ന് പുതിയ പേരിൽ അറിയപ്പെടുന്ന കിങ് കോബ്ര, അതുപോലെ നമ്മുടെ നാട്ടിലെ മൂർഖൻ പാമ്പ്, സ്പെക്ടക്കിൾഡ് കോബ്ര അല്ലെങ്കിൽ നാജ എന്നറിയപ്പെടുന്ന മൂർഖൻ പാമ്പ്, നീർക്കോലി, സാധാരണ നമ്മുടെ നാട്ടും പുറത്തുള്ള ജലാശയങ്ങളിലെല്ലാം സർവ്വസാധാരണമായി കാണപ്പെടുന്ന നീർക്കോലി, ചേര ഷെഡ്യൂൾ 1 ആണ്. ഇതെല്ലാം വളരെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടുംപുറങ്ങളിലും ജനവാസ മേഖലകളിലും ഒക്കെ കാണപ്പെടുന്ന പാമ്പുകളാണ്. ചേരയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ചേര എന്ന് പറയുന്ന ഒരു പാമ്പിന് മാത്രം വേറെ കേരളത്തിൽ പേരുകൾ ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. ചേരയ്ക്ക് വേറെ പേരുള്ളതായിട്ട് ആർക്കെങ്കിലും അറിയോ? കേൾക്കാമോ? ഇല്ല അല്ല, ചേര മാത്രമേ ഉള്ളൂ മലയാളത്തിൽ അല്ലേ? അപ്പം പല ജില്ലക്കാരെന്ന് പറയാമോ? ഏതെങ്കിലും ജില്ലയിൽ ചേര എന്നല്ലാതെ വേറെ ഏതെങ്കിലും പേരുള്ളതായിട്ട് അറിയോ? നീർക്കോലിക്ക് കാസർഗോഡുകാർ പറയുന്നത് ഉള്ള എന്നാണ്. മൂർഖൻ പാമ്പിന് സർപ്പമെന്നും നാഗമെന്നും പലതരത്തിലുള്ള, പത്തിക്കാരനെന്നും പലതരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അണലിക്ക് ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പേരുകളുണ്ട്. ഏറ്റവും കൂടുതൽ പേരുകൾ കേട്ടിരിക്കുന്നത് നമ്മുടെ 8 അടി വീരൻ, വളവളപ്പൻ, ശംഖുവരയൻ, മോതിരവളയൻ, വെള്ളിക്കട്ടൻ, കട്ടിളയപ്പൻ, 8 അടി വീരൻ എന്നൊക്കെ പേരുകളുള്ള നമ്മുടെ കോമൺ ക്രേറ്റിനാണ്. ചേരയ്ക്ക് പക്ഷേ ചേരയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? എന്റെ അറിവിൽ ചേരയെന്ന് മാത്രമേ ഉള്ളൂ. ആണോ സാർ? അതിന് കളർ കൂടി ചേരും, പക്ഷെ എന്നാലും ചേര തന്നെ. ചേര തന്നെയാണ്. മഞ്ഞച്ചേര, കരിഞ്ചേര എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ചേര തന്നെയാണ്. അപ്പൊ ഇത് കേരളത്തിലെ ഒരു യുണീക്ക് പാമ്പ് എന്ന് പറയുന്നത് ചേരയാണ്. കാരണം മലയാളികൾക്ക് പണ്ട് മുതലേ ചേരയെ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. ബാക്കി എല്ലാ പാമ്പുകളുടെ കാര്യത്തിലും മലയാളിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ശംഖുവരയൻ എന്ന് നമ്മൾ വിളിക്കുന്ന ചേനത്തണ്ടൻ അല്ലെങ്കിൽ റസൽ സ്വൈപ്പറിന് അതിന്റെ ദേഹത്തുള്ള ശംഖുവരയൻ എന്ന് നമ്മൾ വിളിക്കുന്നത് കോമൺ ക്രൈറ്റിനെയാണ്. പക്ഷെ കോമൺ ക്രൈറ്റിന്റെ ദേഹത്തുള്ള മാർക്കുകൾ ശംഖു മാർക്കുകളല്ല, പകരം എന്താണ്? വളയങ്ങളാണ്. ശംഖു മാർക്കുകൾ ഉള്ളത് ചേനത്തണ്ടന്റെ ദേഹത്താണ്. പക്ഷെ ചേനത്തണ്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന ദേഹത്ത് ശംഖു മാർക്കുകളുള്ള റസൽ സ്വൈപ്പറിന് ദേഹത്തുള്ള മാർക്കുകൾ ചേനയുടെ തണ്ട് പോലെയൊന്നുമല്ല. ചേനയുടെ തണ്ട് പോലുള്ള മാർക്കുകൾ ഉള്ളത് ആർക്കാണ്? മലമ്പാമ്പിനുണ്ട്, ഇന്ത്യൻ റോക്ക് പൈത്തനുണ്ട്, പിന്നെ കോമൺ സാൻഡ് ബോവയ്ക്കുണ്ട്, വിറ്റേക്കേഴ്സ് ബോവയ്ക്കുണ്ട്. ഇതിനൊക്കെയാണ് ചേനയുടെ തണ്ട് പോലുള്ള മാർക്കുകളുള്ളത്. അപ്പോഴും പല പാമ്പുകളുടെയും പേരുകൾ നമ്മുടെ പൂർവികർക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിരുന്നു. ചേരയുടെ കാര്യത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ല. അത് വലിയൊരു ഉപകാരിയാണെന്ന് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു. കുട്ടി അയ്യോ പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചോടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ അമ്മുമ്മ ഒന്ന് നോക്കിയിട്ട് പറയും അത് എന്താണ്, പാമ്പല്ലടാ അത് ചേരയാണെന്ന് പറയും. അപ്പൊ ചേര ഒരു പാമ്പാണെന്ന് എല്ലാവർക്കും അറിയുമെങ്കിൽ പോലും ചേരയെ പാമ്പുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം പാമ്പുകളെ പൊതുവിൽ പേടിയാണെങ്കിൽ പോലും ചേരയെ നമുക്ക് തീരെ പേടിയില്ല. ചേര നമുക്കൊരു ഉപകാരിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പണ്ട് മുതലേ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
കാരണം ചേര ഒരുപാട് സേവനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് കൃഷി മാത്രമായിരുന്നു നമ്മുടെ ഒരു ജീവനോപാധി. അങ്ങനെ ആ ഒരു കാലത്ത് കാർഷിക വൃത്തിയിൽ തന്നെ ഏർപ്പെട്ട് ജീവിച്ചിരുന്ന സമയത്ത് കർഷകരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് വയലുകളിലും കൃഷിയിടങ്ങളിലും ധാരാളമായി കൊണ്ടുവന്നിരുന്ന ചേരകളാണ്. ഇപ്പൊ ചേരകള് എലികളുടെ എണ്ണം നിയന്ത്രിക്കുന്നു, മറ്റു പല ജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു. ഇന്ന് വനം വകുപ്പ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്ന പാമ്പുകളുമായി ബന്ധപ്പെട്ട 2 സംഗതികളാണ് സ്നേക്ക് ബൈറ്റ് ഡെത്ത് ഫ്രീ കേരള, അതായത് പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം. പാമ്പ് വിഷബാധയായിട്ട് മനുഷ്യർക്ക് മരണങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഇനിഷ്യേറ്റീവാണത്. മിഷൻ സർപ്പ എന്ന് പറയുന്ന ആ ഒരു തീവ്രയത്ന പരിപാടി ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു പാമ്പ് എന്ന് പറയാവുന്നത് രാജവെമ്പാലയുടെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം മിക്കവാറും എല്ലാവർക്കും അറിയുമായിരിക്കും. രാജവെമ്പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫിയോഫാഗസ് അന്ന അല്ലെങ്കിൽ കാലിക, അതായത് ഓഫിയോഫാഗസ് പാമ്പുകളെ കഴിക്കുന്ന ഒരു സ്വഭാവ വിശേഷം കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ് അതിന് ആ ഒരു പേര് തന്നെ വന്നിരിക്കുന്നത്. പാമ്പുകളാണ് അതിന്റെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ രാജവെമ്പാലയുടെ കടിയേറ്റ് സാധാരണ ആൾക്കാർ മരിക്കാറില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജവെമ്പാലയുടെ തൊട്ടടുത്ത് പോയി വളരെ ക്ലോസ് റേഞ്ചിൽ പാമ്പ് കിടക്കുന്നത് കാണാതെ അതിന്റെ തൊട്ടടുത്ത് പോകുമ്പോഴാണ് പലപ്പോഴും കടിയേൽക്കുന്നത്. സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ വേണ്ടത്ര വെളിച്ചമില്ലാത്ത സമയത്തോ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ചപ്പുചോറുകൾക്കിടയിലോ ഒക്കെ കിടക്കുന്ന പാമ്പിന്റെ വളരെ ക്ലോസ് റേഞ്ചിലേക്ക് തൊട്ടടുത്ത് പെട്ടെന്ന് എത്തിപ്പെടുമ്പോഴാണ് പാമ്പ് കടിക്കുന്നത്, അല്ലെങ്കിൽ കാണാതെ പോയതിന്റെ വാലിൽ ചവിട്ടുമ്പോഴായിരിക്കും പാമ്പ് കടിക്കുന്നത്. രാജവെമ്പാലയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു പാമ്പ്, ലോകത്തെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ്. അതുകൊണ്ട് തന്നെ അതിനെ കാണാതെ അതിന്റെ അടുത്തെത്തിയിട്ട് അതിന്റെ കടിമേടിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സാധ്യത. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത് വളരെ ശാന്തനാണ്. ഇതിന് ഇത്രത്തോളം ലോകത്തെ ഏറ്റവും നീളമേറിയ അല്ലെങ്കിൽ വലുപ്പമുള്ള വിഷപ്പാമ്പാണ് എന്നുള്ള കാര്യം അതിന് തന്നെ അറിയാവുന്ന രീതിയിലാണ് ഞാൻ കടിക്കുകയെ അല്ലെങ്കിൽ ഞാൻ കടിക്കും എന്ന് ഉള്ള രീതിയിൽ ഒരു വാണിംഗ് തരുന്നതല്ലാതെ, ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ അത് കടിക്കാൻ ശ്രമിക്കാറില്ല അല്ലെങ്കിൽ കടിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. അപ്പൊ അത് കൂടാതെ അത് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. മനുഷ്യനെ കടിക്കാനും മനുഷ്യന് അപകടം ഉണ്ടാക്കാനും സാധ്യതയുള്ള പാമ്പുകളുടെ എണ്ണം അത് നിയന്ത്രിക്കുന്നുണ്ട്. ഓഫിയോഫാഗസ് ആയതുകൊണ്ട് തന്നെ അതിനിഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് മൂർഖൻ പാമ്പ് പോലുള്ള വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റ് മനുഷ്യനെ കടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കടിയേൽപ്പിക്കുന്ന പാമ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് രാജവെമ്പാലയുടെ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജവെമ്പാല താമസിക്കുന്ന അതിന്റെ ഒരു ഹോം റേഞ്ചിൽ മറ്റ് മൂർഖൻ പാമ്പ് ഉൾപ്പെടെയുള്ള മറ്റ് വിഷപ്പാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അവയുടെ എണ്ണം ഈ രാജവെമ്പാല നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ രാജവെമ്പാല മറ്റാർക്കും അപകടകാരി അല്ലതാൻ. കടിച്ചു കഴിഞ്ഞാൽ അപകടമാണെങ്കിൽ പോലും അത് കടിക്കാനുള്ള സാധ്യതയും കാണാതെ അതിന്റെ തൊട്ടടുത്ത് പോയി കടി കിട്ടാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് രാജവെമ്പാലയെ ബിഗ് ഫോറിലൊന്നും കാറ്റഗറൈസ് ചെയ്തിട്ടില്ല, ബിഗ് ഫോറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതേ സേവനം നടത്തുന്ന രാജവെമ്പാല ഉഗ്രവിഷമുള്ള പാമ്പാണ്, ഏറ്റവും കൂടുതൽ വിഷം ക്വാണ്ടിറ്റി ഉള്ള പാമ്പാണ്. അതേ തരത്തിലുള്ള ചില സേവനങ്ങൾ തരുന്ന അല്ലെങ്കിൽ നമ്മളറിയാതെ അത്തരത്തിലുള്ള സേവനങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം ലൊക്കാലിറ്റിയിൽ നാട്ടുംപുറങ്ങളിൽ താമസിക്കുന്ന ഒരു പാമ്പാണ് ചേര എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് പരിശോധിച്ചപ്പോഴേക്കും 2024 ആദ്യത്തെ 8 മാസം കൊണ്ട് പാമ്പ് കടിയേറ്റ് കേരളത്തിൽ മരിച്ചത് 8 പേരായിരുന്നു. 2024 പൂർത്തിയായപ്പോഴേക്കും അത് 30 പേരായി വർദ്ധിച്ചു. എന്നിരുന്നാലും ആദ്യത്തെ 8 മാസത്തെ കണക്കുകൾ പ്രകാരം 8 പേരാണ് പാമ്പ് കടിയേറ്റ് കേരളത്തിൽ മരിച്ചത്. പക്ഷെ അതേ കാലയളവിൽ എലിപ്പനി ബാധിച്ച് മരിച്ച ആൾക്കാരുടെ കണക്ക് നോക്കുമ്പോഴേക്കും അത് 253 പേരായിരുന്നു. എത്ര ഇരട്ടിയാണ്. അപ്പൊ അത്തരം കണക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോഴേക്കും മനുഷ്യ ജീവഹാനിക്ക് കാരണമാകുന്ന പലതരം ജീവികളുടെ എണ്ണം അപകടകരമായ രീതിയിലേക്ക് ഉയരാതെ അല്ലെങ്കിൽ എണ്ണ വർധനവ് ഉണ്ടാകാതെ പെറ്റുപെരുകാതെ നിയന്ത്രിച്ചു നിർത്തുന്നത് ചേരകളാണ്. രാജവെമ്പാലയെ പോലെ ചേരയ്ക്ക് വിഷവുമില്ല. അപ്പോ കൃഷിയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന എലികളുടെ എണ്ണം നിയന്ത്രിക്കുന്നു. ചേരകൾ നല്ലൊരു
എന്താണ് മറ്റ് ഉരകങ്ങളെ ഉൾപ്പെടെ പിടികൂടി ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം ചേരയ്ക്കുണ്ട്. ബാക്കി പലതരത്തിലുള്ള ചെറുതരം പാമ്പുകളെയൊക്കെ ചേരകൾ പിടികൂടി കഴിക്കുന്നതിന്റെ ചിത്രങ്ങളും ഒക്കെ പലർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ചേര താമസിക്കുന്ന പരിസരത്തുള്ള ചെറുതരം പാമ്പുകളുടെയൊക്കെ എണ്ണം ചേര നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചുകൊണ്ട് നമുക്ക് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് കൃഷിയിടങ്ങളിലെ കീടങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് എലി പോലുള്ള കാർഷിക വിളകൾക്ക് നാശനഷ്ടം വരുത്തുകയും അതുപോലെ വളരെ ഗുരുതരമായ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന ജീവിവർഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാക്കാതെ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഷെഡ്യൂൾ 1-ൽപ്പെട്ട ചേര എന്ന് പറയുന്നത്. അപ്പൊ നിയമപരമായിട്ട് തന്നെ പാമ്പുകൾ കൺസർവ് ചെയ്യപ്പെടേണ്ടുന്ന ജീവികളാണ്. പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിൽ വരുന്ന അതീവ സംരക്ഷണ പ്രാധാന്യമുള്ള സംരക്ഷിത ജീവിവർഗങ്ങളുടെ വിഭാഗത്തിൽ വരുന്ന 17 പാമ്പുകൾ ഷെഡ്യൂൾ 1-ലും ബാക്കിയുള്ള പാമ്പുകൾ ഷെഡ്യൂൾ 2-ലുമായിട്ടുണ്ട്. പക്ഷികളെ പോലെ തന്നെ പാമ്പുകളും കൂടുതലായി കാണപ്പെടുന്നത് ജനവാസ മേഖലയിലും അതുപോലെ വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയോട് ചേർന്ന വനപ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടാണ്. അപ്പോ നിയമപരമായി തന്നെ പാമ്പുകൾ സംരക്ഷിത ജീവികളാണ് എന്നുള്ളതാണ് ഒരു സംഗതി. മാത്രമല്ല ഇനി പാരിസ്ഥിതികമായി നോക്കിക്കഴിഞ്ഞാലും വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യങ്ങളുള്ള വളരെയധികം പാരിസ്ഥിതികമായ സേവനങ്ങൾ നൽകുന്ന ഒരു കാറ്റഗറി കൂടിയാണ് വിവിധ തരം പാമ്പുകൾ. പാമ്പുകൾ പലതരം ജീവികളെ, ചെറുതരം പക്ഷികളെയും ചെറുതരം ജീവികളെയും പ്രാണികളെയും കീടങ്ങളെയും ഒക്കെ ആഹാരമാക്കുന്നു. പലതരത്തിലുള്ള ജീവികൾക്ക് പാമ്പുകൾ ആഹാരമാകുന്നു, പരസ്പരം ആഹാരമാകുന്നു. ഇങ്ങനെ ഈ ഒരു ഫുഡ് ചെയിനിലും ഫുഡ് വെബിലും ഒക്കെ നിർണായകമായ റോളുകൾ വഹിക്കുക വഴി പാമ്പുകൾ ഒരു പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യാവസ്ഥയെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പാരിസ്ഥിതിക പ്രാധാന്യങ്ങളും അവ എത്രത്തോളം വളരെ നിശബ്ദമായി എത്രത്തോളം സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ഒരു സംരക്ഷണ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും ഒരു ഹെൽത്തി കോഎക്സിസ്റ്റൻസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ അർബൻ ഇക്കോസിസ്റ്റംസിലും വില്ലേജ് ഇക്കോസിസ്റ്റംസിലും ഒക്കെ പാമ്പുകളുടെ ഒരു റോളും പ്രാധാന്യവും ഒരു ഭാഗതയും വളരെ നിർണായകമാണ്, സുപ്രധാനമാണ് എന്ന് തന്നെ പറയാം. ചേരയെ പോലെ തന്നെ, ചേരയുടെ പേര് തന്നെ റാറ്റ് സ്നേക്ക് എന്നാണ്. ഏറ്റവും കൂടുതൽ എലികളെ പിടികൂടി ഭക്ഷിക്കുന്ന ഒരു പാമ്പ് എന്ന് പറയുന്നത് ചേരയാണ്. ഒരിക്കൽ ഒരിടത്ത് വായിച്ചത് ഒരു പെയറ് വെള്ളിമൂങ്ങകൾക്ക് ഒരു വർഷം ഏകദേശം 3600 വരെ അത്രത്തോളം വരെ എലികളെ പിടികൂടി ഭക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ കഴിക്കാൻ എലികളെ പിടികൂടാൻ സാധിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് റാറ്റ് സ്നേക്ക് ആണ്, അല്ലെങ്കിൽ ചേര എന്ന് പറയുന്നത്. ചേര മാത്രമല്ല, മൂർഖം പാമ്പും എലികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലൂടെ കർഷകരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ പാമ്പിൻ വിഷവും നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആന്റിവനത്തിന്റെ നിർമ്മാണത്തിലും ഒക്കെ പാമ്പിൻ വിഷം തന്നെ ഉപയോഗിച്ചിട്ടാണ് ആന്റിവനം ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന ജീവിവർഗങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൂടിയാണ്, വന്യജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പാമ്പുകളാണ് എന്നുള്ളതാണ്. പഴയ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഓരോ വർഷവും കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും പാമ്പ് കടിയേറ്റ് അല്ലെങ്കിൽ ഓരോ വർഷവും വന്യജീവികളുടെ ആക്രമണത്തിൽ മരിക്കുന്ന ആൾക്കാരുടെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത് പാമ്പ് കടിയേറ്റിട്ടാണ് എന്നുള്ളതാണ്. ഒരു 100, 110, 120 മുതൽ 150 വരെ ആൾക്കാരാണ് ഒരു 10 വർഷം മുമ്പൊക്കെ കേരളത്തിലെ ഓരോ വർഷവും പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. വളരെ കുറച്ച് കൊണ്ടുവന്നത് 0-ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. ആ എണ്ണം ഇങ്ങനെ ക്രമേണ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. 2024-25 34 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. 2025-26 ഇതുവരെ 6 പേരാണ് ഇതുവരെ പാമ്പ് കടിയേറ്റ് മരിച്ചത്. അതായത് മുമ്പ് ഒക്കെ നമ്മൾ കണക്കുകൾ പറയുമ്പോൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെടുന്നതിൽ ആ കണക്കുകൾ പ്രകാരം ബഹുഭൂരിപക്ഷ
മരണങ്ങളും സംഭവിക്കുന്നത് പാമ്പ് കടിയേറ്റാണ് എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രവണതയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിൽ ഈ വർഷം ഇതുവരെ വന്യജീവി ആക്രമണത്തിൽ അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ മൂലമുള്ള അല്ലെങ്കിൽ വന്യജീവികളുടെ ഭാഗത്തു നിന്നുള്ള ഇത് മൂലം മരണപ്പെട്ട 17 പേരിൽ 11 പേര് ആന, കാട്ടുപന്നി, അതുപോലെ കടുവ മുതലായ വന്യജീവികൾ മൂലവും 6 പേർ മാത്രമാണ് പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് ആ ഒരു അനുപാതം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതിൽ വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെ ഒരു ട്രെൻഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ പൊതുവെ കുറവായിരിക്കുകയും പിന്നീട് ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ഒരു വർധനവ് കാണിക്കുകയും ചെയ്യുന്നതാണ് സാധാരണ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ തോതിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള വലിയ കണക്കുകൾ, അതായത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ഒരുപാട് പേര് മരിക്കുന്നു എന്നുള്ള രീതിയിൽ 10 വർഷം കൊണ്ട് 1500 പേര് മരിച്ചു, 8 വർഷം കൊണ്ട് 900 പേര് മരിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള കണക്കുകളിൽ ഭൂരിപക്ഷവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളാണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് കേരള വനം വകുപ്പ് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഓരോ വർഷവും ഏകദേശം 3000 മുതൽ 4000 വരെ പാമ്പ് കടിയേറ്റ് ഉള്ള ചികിത്സകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണക്കാണ്. നേരത്തെ ലോക്സഭയിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു മറുപടിയിൽ നിന്നാണ് ആ ഒരു കണക്ക് നമുക്ക് ലഭിച്ചത്. മാത്രമല്ല മറ്റൊരു പഠനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 58,000 മുതൽ 60,000 വരെ പേരുകൾ, ഒരു 50,000 മുതൽ 60,000 വരെ ആൾക്കാർ പാമ്പ് കടിയേറ്റ് ഓരോ വർഷവും മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ശരാശരി കണക്ക് പറഞ്ഞത്. 58,000 വരെ മരിക്കാറുണ്ട്, അല്ലെങ്കിൽ 60,000 വരെ മരിക്കാറുണ്ട് എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അതിന്റെ ഒരു 3 ഇരട്ടിയോളം ആൾക്കാർക്ക് പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങൾ ബാക്കിയാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. ചിലരുടെ വിരൽ മുറിച്ച മാറ്റേണ്ടി വരികയോ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ എന്തെങ്കിലും കടിയേറ്റ ഭാഗത്തെ കുറെ ഭാഗം മുറിച്ച് മാറ്റേണ്ടി വരികയോ, പേശികൾ മുറിച്ച് മാറ്റേണ്ടി വരികയോ, അത്തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള, ചിലരുടെ കൈപ്പത്തി തന്നെ മുറിച്ച് മാറ്റേണ്ടി വരാം, ചിലരുടെ മുട്ടുവരെയുള്ള ഭാഗം മുറിച്ച് മാറ്റേണ്ടി വരാം. അങ്ങനെയൊക്കെയുള്ള അംഗവൈകല്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അത്തരം അംഗവൈകല്യങ്ങളോടുകൂടി അവർ ബാക്കി ജീവിതം കഴിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളെ അതുമായി താരതമ്യം ചെയ്യുമ്പോഴേക്കും കേരളത്തിൽ വളരെ മികച്ച ട്രീറ്റ്മെന്റ്, ചികിത്സാ സൗകര്യങ്ങൾ, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ഡോക്ടർമാരുടെ സാന്നിധ്യമുണ്ട്, ആശുപത്രികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് കേരളത്തില് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരിക, 10-ൽ താഴെ ആക്കുക എന്ന് പറയുന്നത് അത്ര ശ്രമകരമായ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയല്ല. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു വന്യജീവിയെ റെസ്ക്യൂ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും, കിണറിൽ വീണ ഒരു കാട്ടുപന്നിയെയോ അല്ലെങ്കിൽ ഒരു പുള്ളിമാനെയോ അല്ലെങ്കിൽ ഒരു മ്ലാവിനെയോ ഒരു ആനക്കുട്ടിയെയോ റെസ്ക്യൂ ചെയ്യുന്നത് വളരെ അപകടം പിടിച്ചൊരു സംഗതിയാണ്. അതിന് ചിലപ്പോൾ മയക്കുടി വയ്ക്കേണ്ടി, ഒരു കടുവയോ പുള്ളിപ്പുലിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അതിന് ചിലപ്പോൾ കൂട്ടിൽ പിടിക്കുക, അല്ലെങ്കിൽ വലയിട്ട് പിടിക്കുക, മയക്കുവെടി വയ്ക്കുക, അത്തരം സംഗതികളൊക്കെ ശ്രമിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ ജീവിക്കും മാരകമായ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം, മുറിവുകൾ ഉണ്ടാകാം, പരിക്കുകൾ ഉണ്ടാകാം. ഇനി അതിനെ പിടികൂടാൻ വേണ്ടി കിണറിലേക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പുറത്തെടുക്കാൻ പറ്റത്തില്ല. ഇറങ്ങുമ്പോൾ അതിന്റെ അറ്റാക്ക് മൂലം അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാർക്കും വലിയ തരത്തിലുള്ള അപകടങ്ങളോ പരിക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കിണറിൽ വീണ ഒരു കാട്ടുപന്നി അത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ തന്നെ അതിന് തന്നെത്താൻ വലിയ പരിക്കുകളൊക്കെ വരികയും ചെയ്യും. പക്ഷെ ഒരു പാമ്പ് കിണറിൽ വീണ് കഴിഞ്ഞാൽ, ഒരു മൂർഖം പാമ്പോ അല്ലെങ്കിൽ ഒരു രാജവെമ്പാലയോ അല്ലെങ്കിൽ ഒരു മലമ്പാമ്പോ കിണറിനകത്ത് വീണ് കഴിഞ്ഞാൽ അത് വളരെ ശാന്തമായിട്ട് അവിടെ കിഴഞ്ഞ് നടക്കുകയും ആരെങ്കിലും വന്ന് അതിനെ പിടിച്ചുകൊണ്ടും പോകുന്നതിനോട് അത് വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയും ഒരു ഹുക്കിട്ട് അതിനെ പതുക്കെ പുറത്തേക്ക് എടുത്ത് ഒരു ബാഗും പൈപ്പും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ അത് നേരെ ഓടി പൈപ്പിലൂടെ ബാഗിനകത്തേക്ക് കയറുകയും എവിടെയെങ്കിലും കൊണ്ടുപോയി തുറന്നു വിടുകയും ചെയ്യും. ഈ ഒരു എൻ്റയർ പ്രോസസ്സിലൂടെ അതിന് വലിയ പരിക്കുകളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. കിണറിൽ വീഴുമ്പോൾ ഉണ്ടായിരുന്ന ആരോഗ്യാവസ്ഥയിൽ തന്നെ അതിനെ
അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് അതിനെ സുരക്ഷിതമായി റെസ്ക്യൂ ചെയ്തിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് റിലീസ് ചെയ്യാനും പറ്റും. ഈ ഒരു റെസ്ക്യൂ ചെയ്തത് കൊണ്ട് റെസ്ക്യൂവർക്കും വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ അപകട സാധ്യത വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരു വന്യജീവിയെ പിടികൂടി വേറൊരു സ്ഥലത്ത് കൊണ്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ അതിനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കും ആ വന്യജീവിക്കും ചിലപ്പോൾ വളരെ ഗുരുതരമായ പരിക്കുകളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് ഒരു വന്യജീവിയുടെ ആക്രമണത്തിന് ഇരയായ ഒരാൾ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു അല്ലെങ്കിൽ കടുവയുടെ മുന്നിൽപ്പെട്ടു, അത്തരത്തിലുള്ള ഒരാളെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പാമ്പ് കടിയേറ്റ ആൾക്ക് ബാഹ്യമായി മറ്റു പരിക്കുകളൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ വലിയ മുറിവുകളോ ഗുരുതരമായ ഇഞ്ചുറീസോ പരിക്കുകളോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അയാളെ എത്രയും പെട്ടെന്ന് ശരിയായ ചികിത്സ ലഭ്യമായ ആശുപത്രിയിലേക്ക് ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള ഡോക്ടറും ആന്റിവെനം സ്റ്റോക്കും അവൈലബിൾ ആയിട്ടുള്ള അതിനുള്ള സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള ഡാമേജും ഇല്ലാതെ, അല്ലെങ്കിൽ മറ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതികൂലമായ എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പൂർണ്ണമായും ആളെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് സ്നേക്ക് ബൈറ്റിന്റെ മറ്റൊരു പ്രത്യേകത. അതായത് മറ്റ് വന്യജീവികളുടെ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഗുരുതരമായ അപകടങ്ങൾ സംഭവിക്കാം. രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സാധ്യത കുറവാണ്. വനത്തിനുള്ളിലോ വനത്തോട് ചേർന്നോ ഒക്കെയുള്ള വിദൂര സ്ഥലങ്ങളിലോ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലോ വെച്ചാണ് അത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത. പാമ്പ് കടിയേൽക്കുന്നത് മിക്കവാറും ജനവാസ മേഖലകളിലോ ആളുതാമസമുള്ള വാഹന സൗകര്യമുള്ള റോഡ് സൗകര്യമുള്ള പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ഓടിയെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും മറ്റ് ജീവികളുടെ അറ്റാക്കിന് വിധേയമായ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ പാമ്പ് കടിയേറ്റ ആൾക്കാരെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ ഒന്നും കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോ മോഡൽ എന്നുള്ളതാണ്. ഡിമോ ജില്ല, ആസാമിലെ ഡിമോ ജില്ല, ഡോക്ടർ സുരാജിത് ഗിരി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു യുവ ഡോക്ടറായിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു അനുഭവമാണ്. അദ്ദേഹം ഒരു മരണം നേരിൽ കണ്ടു. ഒരു ചെറുപ്പക്കാരനായിരുന്നു. ചെറുപ്പക്കാരന് 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഭാര്യയും കുട്ടികളും ഉൾപ്പെടെ ഈ പാമ്പ് കടിയേറ്റ ചെറുപ്പക്കാരനെ കൊണ്ട് ആശുപത്രിയിലേക്ക് വന്നു. എന്തുകൊണ്ടോ അവിടെ ട്രീറ്റ്മെന്റ് സൗകര്യമോ, ഈ ഡോക്ടർ അന്നേരം ഒരു യുവ ഡോക്ടറാണ്, പഠനമൊക്കെ കഴിഞ്ഞിട്ട് സർവീസിൽ ഇപ്പോൾ അതൊക്കെ പ്രവേശിച്ച സമയമാണ്. അപ്പോ കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടാത്തത് കൊണ്ടോ അതോ ട്രീറ്റ്മെന്റിനോട് ശരിയായി പ്രതികരിക്കാത്തത് കൊണ്ടോ ആ ആള് വളരെയധികം വേദനകൾ സഹിച്ച് സ്പോട്ടിൽ തന്നെ, അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ച അവസ്ഥയിൽ തന്നെ ആള് മരണപ്പെടുന്നത് നേരിട്ട് കാണുകയുണ്ടായി. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ വളരെ സങ്കടത്തിലായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു. ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാക്കി ബോഡിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ബാഹ്യമായ പരിക്കുകളോ ഒന്നുമില്ല, പാമ്പ് കടിച്ചു എന്നുള്ളതാണ്. അപ്പം ഇത്ര ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലാത്ത ഒരാളെ, പാമ്പ് വിഷബാധ ഏറ്റ ഒരാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു മാനസിക വിഷമവും പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും ഒക്കെ പുള്ളിക്ക് ഉണ്ടാവുകയും പുള്ളി അതിനെപ്പറ്റി ചിന്തിക്കുകയും പുള്ളി കൂടുതലായിട്ട് സ്നേക്ക് ബൈറ്റ് എൻവയറമേഷൻ എന്ന ആ ഒരു മേഖലയിൽ കൂടുതലായിട്ട് പഠിക്കുകയും പാമ്പ് കടിയേറ്റ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം സ്വന്തമായി അവിടെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ വെച്ചിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കി വെനം റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഒരു ടീം തന്നെ അദ്ദേഹം ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ്, CHCയിലാണ്. പിന്നീട് അദ്ദേഹം ഡിമോ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറി. ഇപ്പൊ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറിയ സമയത്ത് അദ്ദേഹം ആ ഡിമോ ജില്ലയിൽ ഉണ്ടായിരുന്ന എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ നടത്തി. അവിടെ എല്ലാം അദ്ദേഹം ഈ വെനം റെസ്പോൺസ് ടീം എന്ന് പറയുന്ന ഒരു ടീം അദ്ദേഹം രൂപീകരിച്ചു. എന്നിട്ട് സ്നേക്ക് ബൈറ്റ് ട്രീറ്റ്മെന്റ് റൂം എന്ന് പറയുന്ന ഒരു റൂം അദ്ദേഹം സജ്ജീകരിച്ചു. ആ റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള സാമഗ്രികളും അതുപോലെ ആന്റിവെനം ഉൾപ്പെടെയുള്ള മരുന്നുകളും ഷെൽഫിൽ വെച്ച് ലോക്ക് ചെയ്യില്ല. ആ ഷെൽഫ് അത് ലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അന്നേരം ഡ്യൂട്ടിയിലുള്ള ഡോക്ടർക്ക് വന്നത് തുറന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള കിറ്റുകളായാലും മരുന്നുകളായാലും ഉപയോഗിക്കാൻ പറ്റും. രജിസ്ട്രേഷൻ വേണ്ട. സ്നേക്ക് ബൈറ്റ് കിട്ടിയിട്ട് വരുന്ന ഒരു രോഗിക്ക് പെട്ടെന്ന് തന്നെ ആ റൂമിലേക്ക് വന്ന് അഡ്മിറ്റ് ആവാൻ സാധിക്കും. ബാക്കി
OP ടിക്കറ്റ് എടുക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ പിന്നീട് കൂടെയുള്ള ആൾക്കാർ സമാധാനത്തിൽ പിന്നീട് ചെയ്താൽ മതി. ഇപ്പോൾ 1 സെക്കൻഡ് പോലും അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും പാഴാക്കാതെ തന്നെ ട്രീറ്റ്മെന്റ് എൻഷുർ ചെയ്യുകയും ഒരാൾക്ക് സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആ ഹോസ്പിറ്റലിൽ ഉള്ള ഡോക്ടർമാർക്കും നഴ്സിംഗ് സ്റ്റാഫിനും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും അതുപോലെ അവിടെ ഈ സ്ട്രെച്ചർ പോലുള്ള സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കിടക്കുക, അതുപോലെ വീൽ ചെയർ ഒക്കെ കൊണ്ടു കിടക്കുക, ക്ലീനിങ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്വീപ്പേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് സ്നേക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോകണമെന്നും ഏത് പാമ്പാണ് കടിച്ചതെന്ന് പെട്ടെന്നൊന്ന് തിരിച്ചറിയാനും നമ്മുടെ കേരളത്തെക്കാൾ കൂടുതൽ റെഡ് നെക്ക് കീൽ ബാക്കും അതുപോലെ സിന്തഗ്രേറ്റ്, മോണോസിലേറ്റ് കോപ്ര പോലുള്ള പലതരത്തിലുള്ള വിഷപ്പാമ്പുകളൊക്കെ കാണപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ്, മേഖല കൂടിയാണ്. കേരളത്തെക്കാൾ കൂടുതൽ വിഷപ്പാമ്പുകളുടെ വെറൈറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സങ്കീർണമാണ് ചികിത്സ എന്ന് പറയുന്നത്. പക്ഷെ അത്തരം ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് പോലും കഴിഞ്ഞൊരു 8 വർഷം കൊണ്ട് ഏകദേശം ഒരു ശരാശരി 700-800 മുതൽ 1000 വരെ കേസുകൾ ഓരോ വർഷവും ആ ഒരു ജില്ലയിൽ സ്നേക്ക് ബൈറ്റ് കേസുകൾ ട്രീറ്റ് ചെയ്യാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത്രയും കേസുകൾ ഓരോ വർഷവും ട്രീറ്റ് ചെയ്ത് അതിൽ പലതും വളരെ മാരകമായ രീതിയിൽ എൻവനമേഷൻ ഉണ്ടായ കേസുകളായിരിക്കില്ലെങ്കിൽ പോലും ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ കഴിഞ്ഞ ഏകദേശം 8 വർഷത്തോളമായിട്ട് 0 കാഷ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും വെറൈറ്റി വെനമസ് സ്നേക്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് കേരളത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ ജീവിത നിലവാരം അത്ര മെച്ചമല്ലാത്ത, മതിയായ റോഡ് സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത, മെച്ചപ്പെട്ട ആശുപത്രികളോ ഡോക്ടർമാരോ ഒക്കെ വളരെ പരിമിതമായിട്ട് മാത്രമുള്ള ഒരു സ്ഥലത്ത്, ഒരു അത്തരം ഒരു സംസ്ഥാനത്ത്, അതിലുള്ള ഒരു ജില്ലയിൽ ഇങ്ങനെ ഒരു സംഗതി ഒരു ടീം ഓഫ് ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഒരു ടീം വിചാരിക്കുമ്പോൾ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ടും അതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് പോസിബിൾ ആണ് എന്ന് തന്നെയാണ് നമ്മുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും പലപ്പോഴും പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങൾ അത് മരണത്തിലേക്ക് എന്നെത്തുന്നതിന് കാരണമെന്ന് പറയുന്നത് അത് ഒന്നുകൊണ്ട് മാത്രമാണ്, തെറ്റായ ട്രീറ്റ്മെന്റ്, അതുപോലെ ഡിലേഡ് ട്രീറ്റ്മെന്റ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ട്രീറ്റ്മെന്റ് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആധുനിക വൈദ്യശാസ്ത്രം നിഷ്കർഷിക്കുന്ന ആന്റി സ്നേക് വെനം ട്രീറ്റ്മെന്റ് ഒഴികെ ബാക്കി പച്ചമരുന്നും അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ഉപ്പുവെള്ളം ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ചികിത്സാ രീതികളും തെറ്റായ ചികിത്സാ രീതികളുടെ കൂട്ടത്തിൽ വരുന്ന സംഗതികളാണ്. ഇത്രത്തോളം വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിന്നിട്ടും ഇത്രത്തോളം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ പല കോണുകളിൽ നിന്ന് പല ടീമുകളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരുന്നാൽ പോലും ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള തെറ്റായ ചികിത്സാ രീതികൾ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വളരെ ഖേദകരമായ മറ്റൊരു സംഗതി. ഇനി ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മൂലം ആള് മരിച്ചാൽ പോലും അതിന്റെ എല്ലാം ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ എല്ലാം പാപഭാരം ഏൽക്കേണ്ടി വരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം മൂലം ഒരു മരണം കൂടി എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വാർത്തകൾ വരികയും എണ്ണത്തിൽ കൂട്ടിക്കാണിക്കുകയും അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് കേരള വനം വകുപ്പാണ് എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ വസ്തുത. ഏതായാലും അണലിപ്പാമ്പിന് മലമ്പാമ്പാണ് എന്ന് ധരിച്ച് കയറി പിടിച്ച് മരണങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു കാലഘട്ടം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിയമം കർശനമായി നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പൊ ആ ട്രെൻഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാർ പാമ്പിനെ കയറി പിടിക്കുന്ന ഒരു പ്രവണതയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത സമയങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് പാമ്പ് കടിയേറ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു വല കട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇതിൽ നിന്ന് പാമ്പ് കടിയേറ്റൊരു പ്രമുഖനായ പാമ്പുപിടുത്തക്കാരൻ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് മനഃപൂർവ്വമാണ്. ആള് ഒരു റെസ്ക്യൂവർ അല്ലെങ്കിൽ ഒരു കൺസർവേഷനിസ്റ്റ് എന്നുള്ള ഒരു ലെവലിലേക്ക് ഉയർന്നിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ആ പാമ്പിനെ പിടിക്കില്ലായിരുന്നു. പലരും കണ്ടു കാണും. അപ്പൊ അത്തരം പ്രവണതകൾ ഇപ്പോഴും നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഇപ്പോഴും തുടർന്നു വരുമ്പോൾ പോലും നമുക്ക് അത്തരം തെറ്റായ പ്രവണതകൾ ഒരു പരിധി വരെ
ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു മികച്ചൊരു നേട്ടമാണ്. പാമ്പുകളെ വളരെ അപകടകരമായിട്ട് ഇത്തരത്തിൽ പ്രദർശിപ്പിച്ച് അതുമൂലം കടി കിട്ടുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മള് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ചിന്തിച്ചു തുടങ്ങിയത് 2019 ആ സമയത്ത് നടന്ന ചില സംഭവ വികാസങ്ങൾ സാധാരണ എന്താണ് നമ്മൾ കേട്ട് പരിചയിച്ച സംഗതിയാണ്. ഷഹല ഷെറിൻ എന്ന കുട്ടി ക്ലാസ് റൂമിൽ ക്ലാസ്സിലായിരിക്കവേ പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളത്. അതുപോലെ വിഷപ്പാമ്പുകളെ കൊലപാതകം നടത്തുന്നതിന് ആയുധമായി ഉപയോഗിച്ചു എന്നുള്ളൊരു സംഭവം. അതുപോലെ എന്താണ് പാമ്പുകളെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറെ നാളുകളായി പാമ്പുകളെ പിടിച്ച് പരിചയമുള്ള ഒരാള് പാമ്പിന്റെ കടിയേറ്റ് മതിയായ ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇല്ലാതെ മരണപ്പെട്ടു എന്നുള്ളൊരു മറ്റൊരു സംഗതി. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇതൊക്കെ കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിനും പാമ്പുകളെ സുരക്ഷിതമായി റെസ്ക്യൂ ചെയ്യുന്നതിനും കൃത്യമായ നിയമപരമായിട്ടുള്ള ഒരു അനുമതി നേടിയിരിക്കണമെന്നും അതുപോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണമെന്നും ഉള്ള നിബന്ധനകൾ അടങ്ങിയ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് നിലവിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അത് മോണിറ്റർ ചെയ്യുന്നത് നമ്മുടെ സർപ്പ ആപ്പാണ്. സർപ്പ ആപ്പിന് ഇന്നിപ്പോ ഒരു വാർത്ത കേട്ടു. അതായത് നാഗ എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സർപ്പ തന്നെയാണ്. ഒരു കുറെ നാളായിട്ട് നമ്മുടെ സർപ്പയുടെ ഡെവലപ്പേഴ്സ് തന്നെ അതൊരു ട്രയൽ റൺ ബേസിസിൽ സംഗതി മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഉണ്ടായിരുന്നു. സർപ്പ TN എന്ന് പറഞ്ഞൊരു പേരിൽ പലരും കണ്ടു കാണും. അത്തരത്തിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നാഗ എന്ന പേരിൽ അവർ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോക സർപ്പ ദിനമായ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേരളത്തിന്റെ മാതൃകയിൽ ഈ ചൂട് പിടിച്ച് അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻസ് പല സംസ്ഥാനങ്ങളും നടത്താൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു അംഗീകാരം ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ പകർത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ മറ്റൊരു സംഗതിയാണ്. നമ്മുടെ കേരളത്തിലെ സർപ്പ ടീമുകൾ ആണ് ഇത്. ഇവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക്, വളരെ മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക, അവയർനെസ് ക്രിയേറ്റ് നടത്തുക എന്നുള്ളതാണ്. സ്നേക്ക് ബൈറ്റ് ഡെത്ത് ഫ്രീ കേരള, പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്നുള്ളതാണ്. അപ്പൊ അതില് വനം വകുപ്പ് മാത്രമല്ല, വനം വകുപ്പിനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പരിമിതിയുണ്ട്. ഒരാള് രാവിലെ രണ്ട് ഇഡലിയും 2 സ്പൂൺ സാമ്പാറും മാത്രം കഴിച്ചിട്ട് ജിമ്മിൽ പോയിട്ട് എത്ര വർക്കൗട്ട് നടത്തിയാലും എത്ര കസരത്തെടുത്താലും ഈ പറഞ്ഞ തരത്തിലുള്ള വലുപ്പത്തിലുള്ള ബൈസെപ്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ 2 ഇഡലിയും സാമ്പാറും വെച്ചിട്ട് നമുക്ക് കുറച്ചു കൊണ്ടുവരാവുന്ന അത്രയും പരമാവധി നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇനി നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും LSGDയുടെ ഭാഗത്തുനിന്നും SDMയുടെ ഭാഗത്തുനിന്നും ഒക്കെയുള്ള സപ്പോർട്ടിന്റെ രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് 30-ൽ നിന്ന് കുറച്ച് 20-ലേക്ക് ആക്കാനും 20-ൽ നിന്ന് കുറച്ച് 10-ലേക്ക് ആക്കാനും 10-ൽ താഴെ എത്തിക്കാനും ഒക്കെ സാധിക്കും. ഹൈ ജമ്പ് മത്സരം നടക്കുന്ന സമയത്ത് ആദ്യം ആ ബാർ എടുത്ത് 1.5 മീറ്ററിൽ വെക്കും. 1.5 മീറ്റർ ഒരു 20 പേരുണ്ടെന്നുണ്ടെങ്കിൽ 20 പേരും വളരെ കൂളായിട്ട് ചാടിയങ്ങ് പോകും. പിന്നെ അത് 5 സെന്റിമീറ്റർ ഉയർത്തി 1.55-ൽ വയ്ക്കും, അതും എല്ലാവരും ചാടിപ്പോവും. 1.60-ൽ വയ്ക്കും, എല്ലാവരും ചാടിപ്പോവും. 1.70 ആകുമ്പോഴേക്കും 1-2 പേര് തട്ടി വീഴും. പിന്നെ 18 വരെ ഉള്ളൂ. പിന്നെ 1.75 വയ്ക്കും, അപ്പൊ ഒരു 3-4 പേരും കൂടെ പോകും. അങ്ങനെ അവസാനം ഒരു 2 മീറ്ററിനടുത്തൊക്കെ വെക്കുമ്പോഴേക്കും ബാക്കി ഒരു 3 പേരോ 4 പേരോ ഉണ്ടാവും. പിന്നെ ഓരോ സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ വീതം ചാടി കവർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 150-ൽ നിന്ന് 70-ലേക്ക് എത്തുക അത്ര ബുദ്ധിമുട്ടല്ല. 70-ൽ നിന്ന് 40-ലേക്ക് എത്തുക അത്ര ബുദ്ധിമുട്ടല്ല. 40-ൽ നിന്ന് 30-ലേക്ക് എത്തുക അല്പം ബുദ്ധിമുട്ടാണ്. ഇനി 30-ൽ താഴെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടയോ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ ഇത്രയും ആത്മാർത്ഥമായ സന്നദ്ധ സേവനം നടത്തുന്ന ഒരു സംഘം ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സംഗതിയല്ല. അതിന്
പ്രധാനമായും അതിൽ ഏറ്റവും സുപ്രധാന റോൾ ഉള്ളത് ആരോഗ്യ വകുപ്പിന് തന്നെയാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ്. വനം വകുപ്പിന് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാനാണ് സാധിക്കുക. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, അതുപോലെ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, വിദ്യാഭ്യാസ വകുപ്പിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ കൃത്യമായ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞ ആൾക്കാരിൽ ബോധവൽക്കരണം നടത്തുക എന്ന് പറയുന്നത്, നമ്മൾ ഈ കതിരിൽ വളം വെക്കരുത് എന്നൊക്കെ പറയുന്നത് പോലെ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് തിരുത്താനൊന്നും പലരും തയ്യാറാകില്ല, അല്ലെങ്കിൽ അത് തിരുത്തണം എന്നൊരു മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ അതിന് സമ്മതിക്കില്ല. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് സമ്മതിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഒക്കെ ഉണ്ടാകും. എപ്പോഴും എളുപ്പം എന്ന് പറയുന്നത് കുട്ടികളെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായ ഒരു വഴി എന്ന് പറയുന്നത് അധ്യാപകർക്ക് കൃത്യമായ ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇക്കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ സർപ്പപാഠം എന്ന ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരു വർഷം കൊണ്ട്, ഈ ഒരു അധ്യയന വർഷത്തിൽ തന്നെ പരമാവധി പാമ്പുകളെ സംബന്ധിച്ചും പാമ്പുകടിയേറ്റുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് സർപ്പപാഠം എന്ന പദ്ധതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പദ്ധതിക്ക് വേണ്ടി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി നമ്മൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തയ്യാറാക്കിയ ഒരു ഓൾറെഡി പല സ്ഥാപനങ്ങളിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് വന്നിരുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് തയ്യാറാക്കിയ ഒരു രൂപം കൊടുത്ത ഒരു ടീം എന്ന് പറയുന്നത്, ഒരു ഫസ്റ്റ് ബാച്ചിൽ 64ഓളം പേർക്ക് ഒരു ഓറിയന്റേഷൻ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടിപ്പോകാതെ, എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോകാതെ കൃത്യമായി ഒരൊറ്റ ചട്ടക്കൂടിൽ 1 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത് കേരള സർപ്പ ടീമിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരേ ഒരു ടീമൊന്നുമല്ല, ആദ്യത്തെ ഒരു ബാച്ചാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനെ തുടർന്ന് ഇനി നമ്മുടെ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ബാച്ചിന് ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ബാച്ചിലുള്ള ആൾക്കാർക്ക് ഇത്തരം ഓറിയന്റേഷൻ കൊടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നതിനുള്ള ഒരു പ്ലാന് വനംവകുപ്പ് നടത്തി വരുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മെച്ചപ്പെട്ട അവബോധം ഉള്ള ആൾക്കാർ വേണം പാമ്പുകളെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. തെറ്റായ വിവരങ്ങൾ പാമ്പുകളെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ ഒരു കാരണവശാലും നമ്മൾ ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഒരു പ്രതിനിധിയായി, ഒരു സർക്കാർ വകുപ്പിന്റെ പ്രതിനിധിയായി കുട്ടികൾക്കിടയിലേക്ക് വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. കൃത്യമായി മെച്ചപ്പെട്ട അവബോധമുള്ള, അതായത് അവയർനെസ്സിന് ഒരു 3 തലങ്ങളായി തിരിച്ചു കഴിഞ്ഞാൽ ബേസിക് അവയർനെസ്, അഡ്വാൻസ്ഡ് അവയർനെസ്, എക്സ്പെർട്ടൈസ്. അപ്പം ബേസിക് അവയർനെസ് ഉള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ ക്ലാസ്സുകൾ എടുക്കാൻ അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റില്ല. മിനിമം ഒരു അഡ്വാൻസ്ഡ് അവയർനെസ് എന്നുള്ള ഒരു ലെവലിലെങ്കിലും ഉള്ള ആൾക്കാർക്കാണ് അത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുക. പക്ഷെ പല ഗ്രൂപ്പുകളിലും അതിനേക്കാൾ മികച്ച നിലവാരത്തിലുള്ള എക്സ്പെർട്ടൈസ് എന്നുള്ളൊരു നിലവാരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുക. അപ്പൊ അത് സർപ്പപാഠം എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ മിഷൻ സർപ്പപാഠം, വിദ്യാലയങ്ങളിലെ സുരക്ഷാ പരിശോധന, അതുപോലെ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം. ഇതിലെല്ലാം കേരളത്തിലെ സർപ്പ അംഗങ്ങൾ, വോളണ്ടിയർമാർ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തില്ലെങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ തരികയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന മറ്റൊരുപാട് ആൾക്കാർ, ഇവരെല്ലാം അതിൽ ഭാഗഭാക്കാണ്. ഒരു 7 മണി മുതൽ 8 മണി വരെയാണ് നമ്മൾ ഈ ഒരു വെബിനാർ ഉദ്ദേശിച്ചിരുന്നത്. സമയം ഏകദേശം 8 മണിയോ ആയി. ഇപ്പൊ അതുകൊണ്ട് ഇനി പാമ്പുകളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ സാധാരണ ഈ ഇതിൽ വെബിനാറിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു. ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചർച്ച നമുക്ക് മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ
ഇപ്പൊ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന പ്രോഗ്രാംസിനെ പറ്റി ഒന്ന് വിശദീകരിക്കുക, പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഒഴിവാക്കുക, വിലപ്പെട്ട ഒരു ജീവൻ രക്ഷപ്പെടുത്തുക, നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളും ചിന്തകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായതുകൊണ്ട് ഒരു ജീവന്റെ വില എത്രത്തോളമാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും. വിദേശ രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സഹോദരിയുടെ മാനസികാവസ്ഥ, ഒരു കുറ്റവാളിയായിരിക്കാം, പക്ഷെ എന്നിരുന്നാൽ തന്നെയും ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു എന്താണ് മാനുഷികമായ പെരുമാറ്റ രീതിയുടെ അല്ലെങ്കിൽ സാധാരണ ഒരു 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 എന്താ പറയുന്നത് ഒരു ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഗതിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ നിമിഷപ്രിയയുടെ സംഭവത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ കേട്ട മറ്റൊരു സംഗതിയാണ് ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഒരു സംഭവം. അതായത് അവിടുത്തെ നിയമവ്യവസ്ഥ പ്രകാരം കൊല്ലപ്പെട്ട ആളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ വേണമെങ്കിൽ ഈ കൊലയാളിക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കും. അത് നിയമപരമായിട്ട് തന്നെ മാപ്പ് കൊടുക്കാൻ സാധിക്കും. അവർ മാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടുകയും ചെയ്യും. അത് വേണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മോചനദ്രവ്യം, ചിലപ്പോൾ 1 കോടിയോ അല്ലെങ്കിൽ 2 കോടിയോ അത്തരത്തിലുള്ള വൻ തുകകൾ കൈപ്പറ്റിയിട്ട് മാപ്പ് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തുകകളൊന്നും കൈപ്പറ്റാതെ തന്നെ മാപ്പ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ സംഭവിച്ചത് മാപ്പ് കൊടുത്തില്ല. അയാള് മാപ്പിന് വേണ്ടി അപേക്ഷിച്ചു, കൊടുത്തില്ല. ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ അമ്മയും ഈ എന്താണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നു. ആളുടെ മുഖത്തേക്ക് കറുത്ത തുണി മൂടി കഴുത്തിലേക്ക് തൂക്കുകയർ എടുത്തിട്ടു. കയർ മുറുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ അമ്മ പോയിട്ട് ആൾക്ക് മാപ്പ് കൊടുത്തതായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോഴേക്കും മരിച്ചു എന്ന് ഉറപ്പാക്കി നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണ്. എന്നിട്ട് ആ അമ്മ പറഞ്ഞു, എന്താണ് ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ വേദന എന്താണെന്നും മാപ്പ് എന്ന വാക്കിന്റെ വില എന്താണെന്നും ജീവന്റെ വില എന്താണെന്നും ഒക്കെ അവൻ മനസ്സിലാക്കണം, അവനത് മനസ്സിലായി കാണും എന്നുള്ള ഒരു അഭിപ്രായമാണ്. അപ്പൊ അത്രത്തോളമാണ് ഈ ജീവന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം അത് ഒരു കൈകാലുകളില്ലാത്ത ഒരു ജീവിയുടേതായാലും അല്ലെങ്കിൽ 2 കാലിൽ നടക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങളുടേതായാലും ഓരോ ജീവനും രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്ന് പറയുന്നത് വളരെ മഹത്തായ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ചെറിയ രീതിയിലോ വലിയ രീതിയിലോ അങ്ങനെയൊന്നുമില്ല. കഴിയുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എഫേർട്സ് എടുക്കുക.